മണ്ണാർക്കാട് CPM-ലെ പടലപ്പിണക്കം മറനീക്കി പുറത്തേക്ക്. CPM ലോക്കൽ കമ്മിറ്റി അംഗം സഹപ്രവർത്തകനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ LC അംഗത്തെ പൊതുജനമധ്യത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങിയ പോരെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പൊതുജനമധ്യത്തിലായി CPM മണ്ണാർക്കാട് നേതാക്കന്മാരുടെ കയ്യാങ്കളി അരങ്ങേറിയത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 23-ാം വാർഡിലെ റോഡ് പണിയുടെ വേസ്റ്റുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയിൽ നായാടിക്കുന്ന് ഗ്രൗണ്ടിന് സമീപം അംഗനവാടിക്കും അതിലേക്ക് വരുന്ന കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ റോഡ് പണിയുടെ വേസ്റ്റ് നിക്ഷേപിച്ചതിനെ തുടർന്ന് പരിസരവാസികളും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ PK ഉമ്മർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് 22-ാം വാർഡ് കൌൺസിലർ മൻസൂർ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. കഴിഞ്ഞ കുറെ നാളുകളായി മണ്ണാർക്കാട് CPM പാർട്ടിയിലെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംഘർഷങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിനെ തുടർന്ന് മണ്ണാർക്കാട് CITU ഡിവിഷൻ അംഗവും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ PK ഉമ്മർ പാർട്ടിക്ക് പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിരവധി ജനങ്ങളും മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ പാർട്ടി നേതാക്കന്മാരും നോക്കി നിൽക്കെയാണ് കൌൺസിലറുടെ ജനവിരുദ്ധമായ നടപടി. മണ്ണാർക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഏകദേശം 2 ദിവസത്തോളമായി തൊട്ടടുത്ത വാർഡിന്റെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് റോഡ് കച്ചറകളും അതേമാതിരി സ്ലാബ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മണ്ണാർക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് 4 പുറം കോമ്പൗണ്ട് വാൾ കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഈ ഏകദേശം 10-20ഓളം ലോഡ് വേസ്റ്റ്, അതായത് മണ്ണുകളും സ്ലാബുകളും കോൺക്രീറ്റുകളുമായി ഡംപ് ചെയ്തിരിക്കുകയാണ്. അവിടെ നമുക്കറിയാം, ഈ വരുന്ന ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഈ സ്കൂൾ തുറക്കുമ്പോൾ മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ സ്കൂൾ ബസ്സുകളും വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയും ആണ്. തൊട്ടടുത്ത് വാലവാടിയുണ്ട്. ഏകദേശം ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന റോഡുമായി ബന്ധപ്പെട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഈ കച്ചറകൾ ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെതിരെ ആ പരിസരവാസികൾ നിരന്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിച്ചപ്പോൾ, കോൺട്രാക്ടർ ബന്ധപ്പെട്ടപ്പോൾ വാർഡ് കൗൺസിലർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്ടർ അടക്കം വിളിച്ച് ഇന്നലെ രാത്രി നമ്മുടെ പ്രദേശത്തെ മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയൊക്കെ നേതാക്കൾ കോൺട്രാക്ടറെ വിളിച്ച് ഇന്ന് രാവിലെ തന്നെ അത് മാറ്റണമെന്ന് പറയുകയും രാവിലെ 7:30 മണിയോടുകൂടി അവിടെ JCB വരികയും അപ്പോൾ തന്നെ അവിടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള പരിസരവാസികളുണ്ടായിരുന്നു. അവിടെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അതിൻ്റെ ഇടയിൽ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ കയ്യാങ്കളിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം പ്രവണതകൾ നാടിന് ആപത്താണ്. നല്ല രീതിയിലുള്ള ജനപ്രതിനിധികളാണ് നമുക്കൊക്കെ ആവശ്യം. അല്ലാതെ ഇത്തരം രീതിയിലുള്ള ഗുണ്ടായിസം രീതിയിലുള്ള ഈ പ്രവണത നമ്മുടെ നാടിന് ആപത്താണ് എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നായാടിക്കുന്ന് ഗ്രൗണ്ട് പ്രദേശത്ത് തൊട്ടടുത്തുള്ള റോഡിൻ്റെ വേസ്റ്റ്, അതായത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും ഗ്രൗണ്ടിൻ്റെ പരിസരവാസികൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക്, നേതാക്കൾ എന്ന നിലക്ക് ഞങ്ങളെ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടു. ഇന്ന് രാവിലെ അത് അവിടുന്ന് മാറ്റി വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ JCB-യുമായി വന്ന കോൺട്രാക്ടർ അത് മാറ്റാൻ ശ്രമിക്കുകയും പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം മറ്റൊരു ഭാഗത്തേക്ക് ഡംപ് ചെയ്യാൻ പറയുകയും ചെയ്തു. നിരന്തരമായി വാഹനങ്ങളും ഒരു ബാലവാടിയും തൊട്ടടുത്ത് പ്രദേശമുണ്ട്. സ്കൂൾ തുറന്നാൽ വാഹനങ്ങൾ തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോൾ ആ പ്രദേശവാസികളോട് ഒന്ന് പറയൽ സാധാരണയുണ്ട്. ആ സ്വഭാവം ഒന്ന് കാണിക്കാതെ ബന്ധപ്പെട്ട കൗൺസിലറും ഈ കരാറുകാരനുമായി ഒരു ധാരണയിൽ അതവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനത്തിനും ഞങ്ങൾ തടസ്സമല്ല. പക്ഷേ അവിടെ നല്ലവരായ ചില CPM പ്രവർത്തകർ ഞങ്ങളോട് സഹകരിക്കുകയും ആ വേസ്റ്റ് അവിടുന്ന് മാറ്റണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഒരു കരാറ് പ്രകാരം ജൂലൈ 4-ന് മാറ്റിയാൽ മതി എന്ന് പറയുകയും ആ തീരുമാനത്തിൻ്റെ ഇടയിൽ കൗൺസിലറും CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഉമ്മറിനെ തള്ളുകയും പ്രയാസമുണ്ടാക്കുകയും ചെയ്തു. അത് വ്യക്തമായ ആ രൂപം ഞങ്ങൾക്കറിയില്ല. എങ്കിലും അത് പത്രപ്രവർത്തകരെ അന്വേഷിക്കേണ്ടതാണ് എന്താണ് ആ പ്രയാസം എന്നുള്ളത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള ഒരു പ്രശ്നം പ്രയാസവും ഉണ്ടാക്കുമ്പോൾ
ഒരിക്കലും ഈ മണ്ണാർക്കാട് നാടിക്കുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗർ എന്ന നിലക്ക് ഞങ്ങൾക്കത് കയ്യും കെട്ടി നിൽക്കാൻ സാധിക്കില്ല. ജനങ്ങളെ കൂടെ എന്നും നിന്നിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയെ അതാണ് ഞങ്ങളുടെ നേതൃത്വവും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്ര മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇത് മണ്ണാർക്കാട് CPM പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്.